കവളങ്ങാട് സെന്റ് ജോൺസ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രഥമ ശുശ്രൂഷ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശനിയാഴ്ച നെല്ലിമറ്റം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു ക്യാമ്പ്. കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കവളങ്ങാട് സെന്റ് ജോൺസ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ 7ാമത് വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് കവളങ്ങാട് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വച്ച് പ്രഥമ ശുശ്രൂഷ ക്ലാസും CPR പരിശീലനവും സംഘടിപ്പിച്ചു. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് പോൾ അധ്യക്ഷത വഹിച്ചു. ഊന്നുകൽ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ ആദർശ് BS മുഖ്യപ്രഭാഷണം നടത്തി. ഇത്തരം പരിശീലന ക്ലാസുകൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. CPR ക്ലാസ് എടുക്കുന്നു എന്നറിഞ്ഞത് പോലീസിനെ സംബന്ധിച്ച് വളരെയധികം ഗുണകരമായ ഒരു കാര്യമാണ്. കാര്യം ഒരു ആക്സിഡന്റ് വന്നാലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും തീപ്പൊള്ളലേറ്റാലോ മറ്റേതെങ്കിലും സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും അപകടം, ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ആദ്യമേ പോലീസിനെ അറിയിക്കാറുണ്ട്, കൂടെ ഫയർഫോഴ്സ് ബാക്കിയെല്ലാം. പക്ഷേ ഒരു കൃത്യമായിട്ട് ഒരു പ്രാഥമിക അല്ലെങ്കിൽ പരിക്കേറ്റ് കിടക്കുന്ന ആൾക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകാൻ വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരോ അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്ത് കുറച്ചുകൂടെ അനുഭവ സമ്പത്തുള്ളവരോ അവിടെ എത്തിച്ചേരാൻ സാധിക്കാറില്ല. പലപ്പോഴും നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ പ്രഥമ ശുശ്രൂഷകൾ ഒരു ജീവൻ തന്നെ രക്ഷിച്ചേക്കാം. അതിന്റെ പ്രാധാന്യത്തെ പറ്റിയെല്ലാം ഡോക്ടർമാരിവിടെ ക്ലാസ് എടുത്തു കഴിഞ്ഞ് ഇനിയും ക്ലാസ് എടുക്കാനുണ്ട്. ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സിജു KA, ട്രഷറർ സത്താർ മലേക്കുടിയിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, ആശാ വർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, CDS പ്രതിനിധികൾ, അസോസിയേഷൻ അംഗങ്ങൾ എന്നിവർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ ഒരു പഞ്ചായത്ത് 19 വാർഡുള്ള പഞ്ചായത്തില് മുഴുവൻ അംഗൻവാടികളിലെ വർക്കേഴ്സും ഹെൽപ്പേഴ്സും മെയിൻലി ഞാൻ ഉദ്ദേശിച്ചു, അതുപോലെ ഹരിതകർമ്മ സേന ഒരു 150 പേരെങ്കിലും ഇവിടെ വരണം. അപ്പൊ ഇത് എത്രത്തോളം പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് ഞാൻ പ്രാധാന്യം കൽപ്പിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3 ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ രോഗികളുടെ പരിചരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരെ കേൾക്കാനും അവർക്ക് മരുന്ന് കൊടുക്കുവാനും ഇരിക്കുന്ന സമയമാണിത്. അവർ 1.5 മണിക്കൂർ ഉണ്ണാൻ പോകും, 2 മണിക്കൂർ ഉണ്ണാൻ പോകും, വീണ്ടും ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും രോഗികളെ കാണാൻ നിൽക്കുന്ന ഒരു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസ തോമസ്, ഒരു ഓർത്തോപീഡി ഡോക്ടർ അശ്വിൻ തങ്കച്ചൻ, ഒരു ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ മുനീർ P. കരീം. അവരുടെ സമയത്തിന്റെ വില എത്രത്തോളം നമ്മുടെ ആളുകൾ മനസ്സിലാക്കി എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ പറയുന്ന റെഡ് ക്രോസ് സൊസൈറ്റി, അതുപോലെ തന്നെ മറ്റ് സ്പോർട്സിന്റെ ജില്ലാ നേതൃത്വത്തിലിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഇതുപോലുള്ള പരിപാടികൾ പലയിടത്തും ഞാൻ നടന്നു കണ്ടതിന്റെ പേരിൽ എൻ്റെ പഞ്ചായത്തിൽ, ഞാനും 5 വർഷം പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന ഒരാളാണ്, പഞ്ചായത്ത് നടക്കുന്ന കാര്യങ്ങൾ A to Z നമുക്കറിയാം. പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും, മെമ്പർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്രട്ടറിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി ഓഫീസ് മെമ്പർ, അതെല്ലാം നമുക്ക് അത്യാവശ്യം അറിയാം. കൃത്രിമ മനുഷ്യ ഡെമ്മി ഉപയോഗിച്ചുള്ള പ്രാക്ടിക്കലും വിവിധ തരത്തിലുള്ള അപകട സാഹചര്യങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട പരിശീലനവും തിയറി ക്ലാസുകളും ഉണ്ടായിരുന്നു. IMAയുടെ കോതമംഗലം ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ലിസ തോമസ്, എമർജൻസി ലൈഫ് സപ്പോർട്ട് ചെയർമാൻ ഡോക്ടർ മുനീർ P. കരീം, ഡോക്ടർ അശ്വിൻ തങ്കച്ചൻ എന്നിവർ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. വലിയ ഓട്ടണോ അല്ലെങ്കിൽ സമയത്ത് മെഡിക്കൽ സ്റ്റോറിൽ ഓടി പോകാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ വൃത്തിയായിട്ടുള്ള ഒരു തുണി എടുക്കുക, മനസ്സിലായി, ഇവിടെയാണ് മുറിവെന്ന് വയ്ക്കുക. ആ വൃത്തിയായിട്ടുള്ള തുണി അതിന്റെ മുകളിലോട്ട് പൊത്തി വയ്ക്കുക, അടച്ചു വയ്ക്കുക. അതിനുശേഷം അതിന്റെ മുകളിൽ മുറുക്കി നമ്മൾ പ്രഷർ കൊടുക്കണം, അമർത്തി പിടിക്കണം. എത്ര നേരം അമർത്തി പിടിക്കണം? 1 മിനിറ്റ്, 2 മിനിറ്റ്, എത്ര മിനിറ്റ് അമർത്തി പിടിക്കണം? ബ്ലീഡിങ് നിൽക്കുന്നതിന് ചിലപ്പോൾ തട്ടിപ്പോയി. അങ്ങനെയല്ല, നമ്മൾ സാധാരണ ഫസ്റ്റ് ആയിട്ട് എല്ലാത്തിനും ഒരു ഗോൾഡൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 15 മിനിറ്റ്. മനസ്സിലായത്? 15 മിനിറ്റ് ആണ്. അതായത് നമ്മൾ ഈ ഒരു സാധനം ചെയ്യുന്നതിന്റെ എല്ലാത്തിനും, ഇപ്പൊ നമുക്ക് കൈക്ക് പൊള്ളൽ വന്നു കഴിഞ്ഞാൽ വൃത്തിയായിട്ടുള്ള തണുത്ത വെള്ളത്തിൽ കിടക്കണം. എത്ര മിനിറ്റ്? 15 മിനിറ്റ്. ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര മിനിറ്റ് നമ്മൾ അമർത്തി പ്രഷർ കൊടുക്കണം? 15 മിനിറ്റ്. മൂക്കുന്ന ബ്ലഡ് വരുന്നു, നമ്മൾ എത്ര നേരം പ്രഷർ കൊടുക്കണം? അതും 15 മിനിറ്റ് ആണ്. അതിന് ഒരു ഗോൾഡൻ ടൈം ഒരു 10 തൊട്ട് 15 മിനിറ്റ് ആണ് എല്ലാം ബേസിക് ഫസ്റ്റ് എയ്ഡിലും വരുന്നത്. മീഡിയ സിറ്റി, പെരുമ്പാവൂർ.